എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. പലർക്കും അവധി ദിവസമായിരിക്കും, പലർക്കും ഇന്നും വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. ഇന്ന് നിങ്ങൾ ചെയ്യാനുള്ളത് തിരക്ക് പിടിച്ച ആവശ്യങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കുക. യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വളരെ ഏകാന്തതയിലായിരിക്കണം, ആരോടൊപ്പം ഉണ്ടാകരുത്. ഇതപ്പോൾ ഈ 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളെ കഴിഞ്ഞ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങളും കൂട്ടങ്ങളും, നിങ്ങൾ കണ്ടുമുട്ടിയവർ, നിങ്ങളോടൊപ്പം സഹകരിച്ച് കഴിയുന്നവർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ, ഇവയെക്കുറിച്ചെല്ലാം ഈ ഒരു 5 നിമിഷം ഒന്ന് ആലോചിച്ചെടുക്കുക. അതിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കാം, പലരിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, പലരിൽ നിന്നും പല സഹായങ്ങളും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കാം. ഇതിനെ മൊത്തം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ കണ്ണ് തുറക്കുന്നതിന് മുൻപയോ അല്ലെങ്കിലോ നിങ്ങളുടെ ബെഡിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു മന്ത്രം: ഈശ്വര, എൻ്റെ എല്ലാ ശത്രുക്കൾക്കും സുഹൃത്തുക്കൾക്കും അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ട ശക്തിയും സമാധാനവും കൊടുക്കണമേ. ഒപ്പം ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും. ഈ ഒരു മന്ത്രം നിങ്ങൾ രാവിലെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അതിൽ കൂടി കിട്ടുന്ന ആ ഒരു മാനസിക സുഖം നമുക്ക് മറ്റൊന്നിലും കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ഈശ്വരനോട് യാചിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ ശത്രുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളെ അറിയാത്തവർക്കും നിങ്ങളറിയുന്നവർക്കും അവർക്ക് വേണ്ടിയാണ്. ഇതിലൂടെ ഈശ്വരൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഈശ്വരൻ അറിയാൻ പറ്റും. നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മൾ പ്രശസ്തരായിരിക്കാം, നമുക്ക് സാമ്പത്തിക ക്ലേശം ഇല്ലാത്തവരായിരിക്കാം, സാമ്പത്തിക ക്ലേശമുള്ളവരായിരിക്കാം, സമാധാനം ഇല്ലാത്തവരായിരിക്കാം, സമാധാനം ഉള്ളവരായിരിക്കാം. എന്തു തന്നെയാണേലും ഇങ്ങനെ ഒരു മന്ത്രം രാവിലെ നിങ്ങൾ മനസ്സിൽ തോന്നിപ്പിക്കുന്നെങ്കിൽ അത് നല്ലൊരു തുടക്കമെന്ന് നിങ്ങൾ കരുതണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും സാധിച്ചാൽ ഈ വിവരങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഈ സന്തോഷവും ദുഃഖവും പലപ്പോഴും നാം അറിയാതെ നമ്മെ തേടി വരുന്നതാണ്. അത് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. ആ ഒരു സത്യം നാം മനസ്സിലാക്കിയിരിക്കണം. എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും പലതും നാം സ്വയം സഹിക്കണം. നമ്മുടെ ദുഃഖങ്ങൾ നാം ആരോട് പങ്കുവച്ചാലും ഒരു പക്ഷേ അതിനുള്ളൊരു പ്രതിവിധി ആരിൽ നിന്നും കിട്ടത്തില്ല. അതിനുള്ള പ്രതിവിധി നാം തന്നെ നമ്മുടെ മനസ്സിലൂടെ നാം ആർജിച്ചെടുക്കണം. ഒത്തിരി ധനികനാണെങ്കിലും
അദ്ദേഹത്തിന് ആഗ്രഹമുള്ള ഭക്ഷണമോ അതിനുള്ള സമയമോ ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധനം കൊണ്ട് അദ്ദേഹത്തിനൊരു ഗുണവും ഉണ്ടാകുന്നില്ല. അത് വെറും പേപ്പർ കഷണങ്ങളായി എവിടെയെങ്കിലും അലമാരകളിലോ അദ്ദേഹത്തിൻ്റെ പേഴ്സിലോ കാണും. സോ നമുക്കിവിടെ എന്ത് ഉണ്ടെങ്കിൽ തന്നെയും നാം അവസാന യാത്രയാകുമ്പോൾ അതെല്ലാം നാം ഉപേക്ഷിച്ച് പോവുകയാണ്. ഒപ്പം നമ്മൾ എത്ര കണ്ട് ദ്രോഹിക്കുന്നവരായിരുന്നാലും അവരെ നാം കാണുമ്പോൾ അവരെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ പുഞ്ചിരിയിൽ കൂടിയായിരിക്കണം. നമ്മൾ ഏറ്റവും ഉപദ്രവിക്കുന്നവരായിരിക്കും, നമ്മളെ ചിരിച്ചുകൊണ്ട് പറ്റിപ്പിക്കുന്നവരായിരിക്കും. അത് പല രീതിയിലും. എന്നാൽ അവർ നമ്മുടെ ഫ്രണ്ടിൽ ഒന്നുമല്ലാത്ത ഇന്നസെൻ്റ് പോലെ ആയിരിക്കും. ഒന്നും അറിയാത്ത വലിയ ഫ്രണ്ട്ഷിപ്പ് പോലെ നമ്മുടെ ഫ്രണ്ടിൽ അവർ അഭിനയിച്ച് കാണിക്കും. നമുക്കാകെ ചെയ്യാനുള്ളത് ആ സമയത്തും നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണം. കാരണം അവർ നമ്മളോട് കാണിക്കുന്ന ദ്രോഹങ്ങൾ, അവർ നമ്മളെ ഉപദ്രവിക്കുന്നത് എന്താണെന്നുള്ളത് നാം അറിയുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം, അതിനുള്ളൊരായുധം മാത്രമായിരിക്കണം നമ്മുടെ പുഞ്ചിരി. അതുകൊണ്ട് നമ്മൾ പ്രധാനമായും നമ്മുടെ ശത്രുക്കളെ കാണുമ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളായിരിക്കാം, നമ്മളോടൊപ്പം ഉള്ളവരായിരിക്കും, അവരായിരിക്കും നമുക്ക് എഗൻസ്റ്റായിട്ട് നമ്മളെ വളരെ മാനസികമായിട്ട് തരം താഴ്ത്താൻ, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ഫ്രണ്ടിൽ അവർ കാണിക്കുന്ന ആ അഭിനയങ്ങളും അതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മളറിയാത്ത രീതിയിൽ ഭവിക്കുക, കാണുക. അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ. നാം ആരെയും ശിക്ഷിക്കാൻ പോകണ്ട. ഇതെല്ലാം മുകളിൽ ഈശ്വരൻ എന്നുള്ളൊരു ശക്തിയുണ്ട്. എല്ലാം അദ്ദേഹം നോക്കിക്കൊള്ളും. അതുമാത്രം നാം കാണുക. സോ എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീഡിയോ കാണുന്നവരോട് പറയുന്നു, നമ്മളൊന്നും ആരെയും ഒന്നും റിറ്റാലിയേറ്റ് ചെയ്യാൻ പോകണ്ട, പ്രതികരിക്കാൻ പോകണ്ട. നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ വജ്രായുധം, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ക്ഷമ എല്ലാം എന്ന് പറയുന്നത് നിങ്ങളുടെ പുഞ്ചിരി മാത്രമായിരിക്കണം. നിങ്ങൾ ആരെങ്ങനെ തകർക്കാൻ വന്നാലും നിങ്ങളുടെ പുഞ്ചിരിയുമായി മാത്രം അവരെ ഏൽക്കുക. അതുതന്നെയാണ് അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു 5 നിമിഷം നിങ്ങൾ മാറിയിരുന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇന്നലകൾ എങ്ങനെയായിരുന്നു, ഇനി നാളെങ്ങനെയുള്ളൊരു ശുഭപ്രതീക്ഷയും പോയ അനുഭവങ്ങൾ എങ്ങനെയാണ്, അതിന് എങ്ങനെ നമുക്ക് കറക്റ്റാൻ പറ്റുമെന്ന് വെറും 5 നിമിഷം നിങ്ങളതിനു വേണ്ടി മാറ്റിവെക്കണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് ദുഃഖങ്ങളെ നേരിടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാണാം വീണ്ടും. നോക്കും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.